ഓം ശാന്തി. ഇന്ന് നമ്മൾ ജീവിതത്തിൽ വളരെയധികം അമൂല്യമായിരിക്കുന്ന, ജീവിതത്തിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകണോ പരാജയത്തിലേക്ക് കൊണ്ടുപോകണോ എന്ന് നിശ്ചയിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പലപ്പോഴും ബുദ്ധിമാന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവർക്ക് അവരുടെ ഇമോഷൻസിൻ്റെ മേലെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എത്രയോ ഉയർന്ന സ്ഥാനത്തെത്തിയിട്ട് പോലും അവർ പലപ്പോഴും പല ട്രാപ്പിൽ കുരുങ്ങിപ്പോകുന്നതും ജീവിതം അതോടെ അസ്തമിക്കുന്നതും നമ്മൾ കാണാറുണ്ട്. ലോക നേതാക്കന്മാരെ കാണുന്നുണ്ട്, സാധാരണ വ്യക്തിത്വങ്ങളുടെ നമ്മൾ കാണാറുണ്ട്. ഞാൻ ആരുടെയും ഈ ഒരു ചാപ്റ്ററിൽ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതൊരു പോസിറ്റിവിറ്റി അല്ലല്ലോ. അതുകൊണ്ട് തന്നെ പക്ഷേ സൂചനകൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്തൊക്കെയാണ് ഈ ലോകത്തുനിന്ന് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നടക്കുന്നത്. അത് പറയുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇമോഷൻസ് എന്ന് വെച്ചാൽ എന്താ? മലയാളത്തിൽ സംവേദന ശക്തി എന്ന് നമുക്ക് പറയാം. മറ്റൊരാളുടെ അനുഭൂതിയെ മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന വൈകാരിക ഭാവത്തിനെയാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. നമുക്കതിന് ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇമോഷൻസ് എന്ന് പറയാം. ഊർജം ആവാഹിച്ച വിചാരങ്ങളുടെ പ്രവാഹത്തിനെയാണ് ഇമോഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ പറയും ഇമോഷൻ. ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിരിക്കുന്ന മോഷൻസ് അഥവാ സങ്കല്പധാര പ്രവാഹം, അതിൻ്റെ പേരാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കൂ. പലപ്പോഴും ഞാൻ പലയിടത്തും വായിച്ചു കേട്ടത് ഓർമ്മിക്കും. ഒരു സക്സസ്സിൽ എത്തിച്ചേരാൻ പലർക്കും സാധിക്കും, എന്നാൽ ആ സക്സസ്സിൻ്റെ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അതിന് എല്ലാവരെ കൊണ്ടും സാധ്യമല്ല. അതിനാണ് കൂടുതൽ പരിശ്രമം വേണ്ടത്. ഉയരങ്ങളിൽ എത്താൻ ഒരു പക്ഷെ സാധിച്ചായിരിക്കും, ആ എത്തിയ ഉയരങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നല്ല ഹാർഡ് വർക്ക് തന്നെ അത്യാവശ്യമാണ്. ആ നിലനിർത്തുന്നതായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്നതായിരിക്കുന്ന ഊർജത്തിൻ്റെ പ്രവാഹം, ആ ഊർജത്തിൻ്റെ പ്രവാഹം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നതിൻ്റെ ആധാരത്തിലാണ് ജീവിതത്തിൻ്റെ കളർ തന്നെ വരുന്നത്. ഈ ഇമോഷൻസ് എന്താണ് നമുക്ക് ആവശ്യം ജീവിതത്തിൽ പറയുമ്പോൾ, ജീവിതത്തിൽ മനുഷ്യനായി ജനിച്ചതിൻ്റെ സുഖം നമ്മൾ അനുഭവിക്കുന്നത് തന്നെ ഈ ഇമോഷൻസ് കാരണം കൊണ്ട് തന്നെയാണ്. മറ്റൊരു ഭാഷയാണ് ജീവിതത്തിൻ്റെ കളറാണ്, വർണ്ണങ്ങളാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഒരിക്കലും പ്രകടിപ്പിക്കപ്പെടാത്തതായിരിക്കുന്ന ഒരു സ്നേഹം അതാർക്കും വേണ്ടല്ലോ. പറയില്ലേ, പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്തിനു വേണം എന്ന്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനുള്ളിൽ നിന്ന് സ്നേഹമാണെങ്കിലും അതല്ല നമുക്കെന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യമാണെങ്കിലും എൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആ ഒരു ഫീലിങ്സിൻ്റെ മേൽ എനിക്കൊരു കൺട്രോൾ കൊണ്ടുവന്നുകൊണ്ട് അതിനെ പോസിറ്റീവ്ലി ചാർജാക്കി മാറ്റിക്കൊണ്ട് ജീവിതത്തിലെ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യന്മാർ രണ്ട് വിധത്തിലാണ് പ്രതികരിക്കാറ്. ഒന്നുകിൽ നെഗറ്റീവ്ലി ചാർജ്ഡായിട്ട് പ്രതികരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡായിട്ട് പ്രതികരിക്കും. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ പോസിറ്റീവായിക്കൊണ്ട് പ്രതികരിക്കുന്ന മനുഷ്യന്മാർ ജീവിതത്തിൽ ഹാപ്പിനെസ് നേടുമെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങൾ അതിനെ നെഗറ്റീവ്ലി പ്രതികരിക്കാൻ പോകുന്ന ആളുകൾ ജീവിതത്തിൽ തോൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ജയപരാജയങ്ങളിൽ ആധാരമാകുന്നത് നമ്മുടെ ജ്ഞാനമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രികളല്ല, നമ്മൾ പഠിച്ചറിഞ്ഞതായിട്ടുള്ള കഥകളല്ല. നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിൽ എൻ്റെ വികാരങ്ങൾക്ക് മേലെ, വിചാരങ്ങൾക്ക് മേലെ, എൻ്റെ ഇമോഷൻസിന് മേലെ എനിക്ക് എത്രത്തോളം കൺട്രോൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ആധാരത്തിലാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വിജയിക്കോ പരാജയപ്പെടുമോ എന്നറിയുന്നത്. ഞാൻ മഹാഭാരതത്തിലെ ഒരു ഇവൻ്റ് ഓർത്തു പോവുകയാണ്. മഹാഭാരതത്തിലെ കളിക്കളത്തിൽ വെച്ചിട്ട് അവിടെ ഓരോ രാജകുമാരന്മാരുടെയും അവരുടെ കഴിവുകളെ പ്രകടിപ്പിക്കാൻ വേണ്ടതായിട്ടുള്ള ഒരു അവസരം നടക്കുകയാണ്. ആ സമയത്ത് ഭീമൻ വരുന്ന സമയത്ത് ദുര്യോധനൻ പറയുകയാണ്, ഇവൻ ഇമോഷണലായിട്ട് വേഗം ചാർജ്ഡ് ആവുന്ന ആളാണ്, അതുകൊണ്ട് ഇവനെ ഒന്ന് ദേഷ്യപ്പെടുത്തിയാൽ മതി, ഇവൻ തോറ്റോളും എന്ന് പറയുകയാണ്. അങ്ങനെ ഭീമനെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ, ഭീമൻ്റെ വികാരങ്ങളെ കുത്തി നോവിക്കുന്ന രീതിയിൽ ദുര്യോധനൻ സംസാരിക്കുന്നു. അവിടെ ഭീമൻ ക്രോധിയായി മാറി കളിയുടെ നിയമങ്ങളെല്ലാം മറന്ന് കളിക്കുന്നു. ദുര്യോധനൻ ജയിച്ചതായിട്ട്, തോറ്റിട്ട് പോലും ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. യുധിഷ്ഠിരൻ വരുമ്പോഴും പറയാണ്, ഇവൻ ഇമോഷണലി വീക്കായിട്ടുള്ള ജീവിയാണ്, അതുകൊണ്ട് ഇവനെ തോൽപ്പിക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു. അവിടെ യുധിഷ്ഠിരൻ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞു, ദേഷ്യം വന്ന് യുദ്ധം ചെയ്യാൻ പാടില്ലെന്ന നിയമമാണ്, അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, അങ്ങനെ തോറ്റ് യുധിഷ്ഠിരൻ പിന്മാറുന്നു. പാണ്ഡവന്മാരിൽ പലരും പ്രകോപിപ്പിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അർജുനൻ വരുന്ന സമയത്ത് പറയുകയാണ്, ഇവനെ ഭീമനെ പോലെ
ക്രോധിയാക്കാനും സാധ്യമല്ല, മറ്റേ യുധിഷ്ഠിരനെ പോലെ വികാരിയാക്കാനും സാധ്യമല്ല. ഇവനോട് ജയിക്കണം എന്നുണ്ടെങ്കിൽ പ്രയാസമാണ് എന്ന് പറയുന്നു. അവിടെ ശരിക്കും അണ്ടർലൈൻ ചെയ്ത് കാണിക്കുന്ന ഒരു ചിത്രമുണ്ട്. ഒരു മനുഷ്യന് തൻ്റെ ക്രോധത്തിൻ്റെ മേലെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ, തൻ്റെ ഭാവുകമായി മാറുന്നതായിരിക്കുന്ന ഭാവനാത്മകമായി കൊണ്ട് ചാർജ്ഡായി പോകുന്ന അവൻ്റെ ഫീലിങ്സിൻ്റെ മേലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിൽ എന്തും നേടാൻ സാധിക്കും. അതാണ് മോഡേൺ വേൾഡിൽ പറയുന്നതായിട്ടുള്ളൊരു ടെക്നിക്ക്. EQ ആണ് ഒരു മനുഷ്യൻ്റെ ജയത്തിൻ്റെ ആധാരം. IQവിനേക്കാൾ കൂടുതൽ വേണ്ടത് EQ ആണ്. IQ 20%ഉം EQ 80%ഉം നിങ്ങൾക്കുണ്ടെങ്കിൽ ജീവിതത്തിലെ വിജയം നിങ്ങൾക്കുള്ളതാണ് എന്ന് മാനേജ്മെൻറ്റിൽ പറയുന്നു. റീസൺ എന്തുകൊണ്ടാണ്? ഒരു മനുഷ്യൻ്റെ മനോവിചാരങ്ങളെ നിയന്ത്രിക്കാനുള്ള അവരുടെ ശക്തിയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് 1990 ആദ്യമായിട്ട് ആളുകൾ പഠിക്കാൻ തുടങ്ങുന്നത്. പുരാണങ്ങളിൽ ഇതിൻ്റെ വിധങ്ങളും കാര്യങ്ങളും ഗീതയിൽ യുഗങ്ങൾക്ക് മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് ബുദ്ധിവിഭ്രമ, ബുദ്ധിഭ്രംശാത് ക്ഷുതിനാശാച്ചു പ്രണശ്യതി എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ ക്രോധത്തിന് അടിമയാകുമ്പോൾ അവരുടെ വിവേകം അസ്തമിക്കുമെന്നും വിവേകം അസ്തമിച്ചൊരു മനുഷ്യൻ തൻ്റെ നാശത്തെ വിളിച്ചു വരുത്തും എന്നും ഗീത യുഗങ്ങൾക്ക് മുന്നേ നമ്മളോട് പറഞ്ഞു വെച്ചു. 1990 മനുഷ്യന്മാരതിന് മോഡേൺ ആയിരിക്കുന്ന ഭാഷ ഉപയോഗിച്ച് പറയാൻ തുടങ്ങി. ഇമോഷണൽ ഇൻ്റലിജൻസ്, സോഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് 1990 സർവേ ആൻഡ് മേയർ എന്നതായിരിക്കുന്ന രണ്ടുപേരും ചേർന്ന് ഇതിനെക്കുറിച്ചൊരു റിസർച്ച് സ്റ്റഡിയും ബുക്കൊക്കെ ഇറക്കുന്നു. 1995 ഡാനിയൽ ഗോൾമാൻ ആണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ഒരു ബുക്ക് ആധികാരികമായിട്ട് എഴുതുന്നത്. ഭാരതത്തിൻ്റെ ഹിസ്റ്ററി നോക്കിയാലും ധാർമ്മിക ഗ്രന്ഥങ്ങൾ നോക്കിയാലും ഇതായിരുന്നു എല്ലാ ധാർമ്മിക ഗ്രന്ഥത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള പൊരുൾ നോക്കിയാൽ, ഒരു മനുഷ്യന് തൻ്റെ വികാരങ്ങൾക്ക് മേലെ നിയന്ത്രണം കൊണ്ടുവരാൻ സാധിച്ചാൽ മാത്രമേ അവൻ്റെ ജീവിതം വിജയമാകൂ എന്ന്. മുഴുവൻ ഗീത എന്തിൻ്റെ ആധാരത്തിലാന്ന് നോക്കിക്കഴിഞ്ഞാൽ അർജുനൻ്റെ ഇമോഷൻസിന് മേലെ അവനെ വിജയിയാക്കാൻ വേണ്ടി എന്ത് ഗൈഡൻസ് വേണോ, എന്ത് ശക്തി വേണോ, അതാണ് പൂർണ്ണമായിരിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത. ധാർമ്മിക ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഖുറാൻ ആവട്ടെ ബൈബിൾ ആവട്ടെ എന്ത് നമ്മൾ പഠിച്ചു നോക്കിയാലും അതിലെല്ലാം തന്നെ തൻ്റെ വികാരങ്ങൾക്ക് മേലെ വിചാരങ്ങൾ കൊണ്ട് ഭരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ബുദ്ധി ഭ്രമിക്കാതെ മനസ്സിൻ്റെ ഇമോഷൻസിൻ്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയുമ്പോൾ അവിടെയാണ് യഥാർത്ഥമായിരിക്കുന്ന ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന പദം ആക്റ്റീവ് ആവുന്നത് തന്നെ. രണ്ടും എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഇമോഷൻസ് പവർഫുൾ ആവുമ്പോൾ ഇൻ്റലിജൻസ് കുറയുന്നു. രണ്ടും ഒന്ന് കൂടുകയും ഒന്ന് കുറയുകയും ചെയ്യുന്ന അനുപാതത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇമോഷൻസിനെ കൺട്രോൾ കുറയും തോറും നമ്മുടെ ബുദ്ധിയുടെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇമോഷൻസ് കൂടുന്തോറും ബുദ്ധി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇമോഷൻസിൻ്റെ മേലെ കൺട്രോളിങ് വരും തോറും ഒരു മനുഷ്യന് തൻ്റെ ബുദ്ധിയെ അഥവാ വിവേകത്തെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അരിസ്റ്റോട്ടലിൻ്റെ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു മനുഷ്യന് ആരോട് വേണമെങ്കിലും ദേഷ്യപ്പെടാൻ സാധിക്കും, അത് ആരെക്കൊണ്ടും സാധിക്കുന്ന കാര്യമാണ്. പക്ഷേ ഒരാളുടെ അടുത്ത് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ വേണ്ടത്ര അളവിൽ വേണ്ട രീതിയിൽ വേണ്ട പോലെ നിങ്ങൾക്ക് പ്രതികരിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ കൺട്രോൾ ഉണ്ടായേ സാധിക്കുമെന്ന്. തീർച്ചയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഇൻസ്റ്റൻറ്റ് റിയാക്ഷൻ, അതാണ് ഇന്നത്തെ മനുഷ്യന്മാരുടെ സ്വഭാവം തന്നെ. പറയും നമ്മൾ മനുഷ്യന്മാരല്ലേ, നമ്മളങ്ങനെ ഫീൽ ചെയ്യാണ്ടിരിക്കുമോ, നമ്മൾ പറയാതിരിക്കുമോ, നമ്മൾ ചെയ്യാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ അവനവന് വേണ്ടി തൻ്റെ വീക്ക്നെസ്സിന് തലോടിക്കൊടുക്കാൻ വേണ്ടിയുള്ള 100 കൂട്ടം കാരണങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അറിയാം സ്വന്തം ഫീലിങ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ബുദ്ധിയെ യഥാർത്ഥമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നത്. അതുകൊണ്ട് എവിടെയാണ് ബുദ്ധിയെന്നും ഇത് എങ്ങനെയാണ് വികാരങ്ങളാൽ ബന്ധപ്പെടുന്നതെന്നും ഇമോഷൻസിനെ നെഗറ്റീവ്ലി, പിന്നെ ഇമോഷൻസ് എന്ന് പറയുന്നത് എല്ലാത്തിലും ഉണ്ട്. സ്നേഹം അതും ഒരു വികാരം തന്നെയല്ലേ. പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ സുഖത്തോളം മറ്റൊന്നും ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാൻ കിട്ടില്ല. പക്ഷേ ആ ഇമോഷൻസ് എവിടേക്ക് എങ്ങനെ മാറണം, എപ്പോൾ നെഗറ്റീവ് ആവും എപ്പോൾ പോസിറ്റീവ് ആവും, ഈ ഒരു തിരിച്ചറിവ് അത് അനിവാര്യമായ ഘടകമാണ് അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ. നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ അഥവാ ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി, നമ്മൾ
കഴിഞ്ഞ ദിവസം അവനവന് തിരിച്ചറിയുന്നതായിട്ടുള്ള ചാപ്റ്ററിൽ വ്യക്തമായി കണ്ടിരുന്നു. ഞാനെന്ന് പറയുന്ന ഈ ബാഹ്യസ്വരൂപം മാത്രമല്ല, ഇതിൻ്റെ ഉള്ളതായിരിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്, ഒരു എനർജി ഉണ്ട്. അതിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന സങ്കല്പധാരയിലെ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ വളരെ വേഗത്തിൽ നമ്മുടെ ഇമോഷൻസിൻ്റെ മേലെ കൺട്രോൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിൽ 5 ദുർവികാരങ്ങൾ 5 ഗുണങ്ങൾ കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ലൈഫ് ഇമോഷൻസ് ബാലൻസ്ഡ് ആയിരിക്കുന്ന ലൈഫായിട്ട് മാറും. ഒന്നാമത്തെ, ഒരു മനുഷ്യന് തൻ്റെ ക്രോധം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും കഷ്ടപ്പെട്ടതായിട്ടുള്ള അവസ്ഥ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഒറിജിനലായിരിക്കുന്ന തോട്ട് ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ദേഷ്യപ്പെട്ടിട്ട് 4 വാക്ക് അവനോട് മോശമായി പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് എന്ന് പറയുന്നവരെ കാണില്ല. എന്ത് കാരണം കൊണ്ടോ അവരോട് മോശമായി പെരുമാറിക്കഴിയുമ്പോൾ നമ്മളുള്ളൊരു വിഷമം വരും. എന്നാലും പറഞ്ഞത് ശരിയായിട്ടില്ല. ഒരു പക്ഷേ നമ്മുടെ പ്രതികാര ചിന്ത അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹീനഭാവനകൾ നമ്മളെക്കൊണ്ട് മോശമായി പെരുമാറാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിലും അത് കഴിയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദന നമുക്ക് വരും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നല്ലോ എന്ന് പറയുന്നത് ശരിയല്ലേ? ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ആ അവസ്ഥയിൽ സുഖം കിട്ടുന്നില്ല? എൻ്റെ ഒറിജിനലായിരിക്കുന്ന സ്ഥിതി എന്തോ അതിലാണ് എനിക്ക് സുഖം കിട്ടുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഈ മൂല്യങ്ങളെ പോസിറ്റീവായിരിക്കുന്ന ഇമോഷൻസ് ചാർജഡ് ആക്കാൻ സാധിച്ചാൽ അവർക്ക് ബാലൻസ്ഡ് ആയിരിക്കുന്ന ഇൻ്റലിജൻസ് അഥവാ വിവേകം പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും, ഇൻറ്റ്യൂഷൻ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും, ജീവിതത്തിലെ ഏതൊരു കാര്യങ്ങളുടെയും കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും. മനുഷ്യന്മാർ വികാരഭരിതരായിക്കൊണ്ട് ഓരോ തീരുമാനം എടുക്കുമ്പോൾ അത് ജീവിതത്തിൽ വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നമുക്ക് കാണാം ഭീഷ്മ പിതാമഹർ, മഹാഭാരതത്തിന് ഉദാഹരണം തന്നെ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. ഭീഷ്മ പിതാമഹർ തൻ്റെ അച്ഛൻ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, എൻ്റെ അച്ഛന് എനിക്കിപ്പോൾ കിട്ടിയിട്ടേ ഉള്ളൂ, ആ അച്ഛൻ്റെ മോഹം ഞാൻ കാരണം കൊണ്ട് ലംഘിക്കപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് വൈകാരികമായെടുത്തൊരു തീരുമാനം ഒരു മഹാൻ സാമ്രാജ്യത്തിൻ്റെ നാശത്തിന് കാരണമാവുകയാണ്. ഒരു അന്ധനായ വ്യക്തിയുടെ കല്യാണം കഴിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഫീലിംഗ് ഞാൻ ഉൾക്കൊള്ളുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇമോഷണലി ചാർജ്ഡ് ആയിക്കൊണ്ടെടുത്ത തീരുമാനം ഗാന്ധാരിക്ക് തൻ്റെ മക്കളെ യഥാർത്ഥമായിരിക്കുന്ന വഴിയിൽ നയിക്കാൻ പറ്റാതായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് കഥകളിൽ എഴുതി വച്ചിട്ടുണ്ട്. മനുഷ്യന്മാർ എവിടെയൊക്കെയാണോ ഇമോഷണലി വീക്കാവുന്നത് അവിടെയാണ് ഒരു മനുഷ്യൻ്റെ പരാജയം അഥവാ ഫെയിലിയർ എന്ന്. അതുകൊണ്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുന്നതിന് പകരം അതിനെ പോസിറ്റീവാക്കി നമുക്ക് മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ, നെഗറ്റീവ് റിയാക്ഷൻസിന് പകരം പോസിറ്റീവ് ആക്ഷൻസിലേക്ക് പരിവർത്തനം ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ അനുഗ്രഹങ്ങളായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് നമുക്ക് ഈ 5ൻ്റെ ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാക്കിയേ പറ്റൂ. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അഹങ്കാരം വരുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തമമായിരിക്കുന്ന ദൃഷ്ടാന്തം അവർ അല്പം പോലും ജ്ഞാനത്തെ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഡിഗ്രി ഉണ്ടാവാം, നോളജ് ഉണ്ടാവാം, പക്ഷേ ആ ജ്ഞാനം സ്വന്തമാക്കിയെങ്കിൽ അറിവ് കൂടുന്നതനുസരിച്ച് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അഹങ്കാരം ജ്വലിച്ച് നിൽക്കുന്നെങ്കിൽ അവരുടെ ഉള്ളിൽ അജ്ഞാനത്തിൻ്റെ പ്രഭാവമാണ് അഹങ്കാരം. ശാന്തിയുടെ അഭാവമാണ് ഒരു മനുഷ്യൻ്റെ ക്രോധം, സ്നേഹത്തിൻ്റെ അഭാവമാണ് അറ്റാച്ച്മെൻറ്റ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പ്യൂരിറ്റിയുടെ അഭാവമാണ് കാമമായിട്ട് വരുന്നത്, ആനന്ദത്തിൻ്റെ അഭാവമാണ് ലോഭമായിട്ട് വരുന്നത്. അതായത് ആത്മാവിൻ്റെ നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തിൻ്റെ ഓരോരുത്തരുടെയും ആന്തരിക വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ പോസിറ്റീവായിരിക്കുന്ന ഗുണങ്ങളുടെ അഭാവത്തിൽ നിന്നാണ് അവഗുണങ്ങൾ ശക്തമായിട്ട് പുറത്തേക്ക് വരുന്നത്. ആ അവഗുണങ്ങളാണ് ഒരു മനുഷ്യൻ്റെ അഹങ്കാരം വരുമ്പോൾ മറ്റുള്ളവരുടെ ഫീലിങ്സിന് ഒരു വിലയില്ലാതായി മാറുന്നു. അവരുടെ മാനത്തിനോ അപമാനത്തിനെ കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. നിങ്ങൾ ഇമോഷണലി കൺട്രോൾ ഇല്ലാത്ത വ്യക്തിയാണ് എന്നർത്ഥം. ഒരു മനുഷ്യന് ക്രോധം വരുന്ന സമയത്ത് എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നമ്മൾ പറയും ഇവന് ക്രോധം മുഖത്ത് ആചാരമില്ല, ക്രോധിയാണ്, അവനാകെ മൂഡ് ശരിയല്ല, നമുക്ക് പോവുക എന്ന് പറഞ്ഞു പോകുന്നു. അവരിൽ നിന്ന് ആളുകൾ ഓടി ഒളിക്കാൻ വേണ്ടി നോക്കുക ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ സ്നേഹം അറ്റാച്ച്മെൻ്റായിട്ട് മാറിക്കഴിയുമ്പോൾ ഉടമസ്ഥത സ്ഥാപിക്കാനുള്ള പ്രവണതയായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ പറയുന്ന പോലെ ചെയ്യണം, എൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യണം, എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം, എനിക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം, എന്നോടിങ്ങനെ പെരുമാറണം. ഇത് ബന്ധങ്ങളെ അകലങ്ങളിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. ഒരു മനുഷ്യൻ്റെ മനസ്സിന് ഇംപ്യൂറായിട്ടുള്ള തോട്ട്സ് വരുമ്പോഴാണ് ഈ ലോകത്ത് ഇന്ന് അമ്മമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥ ഉണ്ടായെങ്കിൽ അത് മനുഷ്യൻ്റെ ഉള്ളിലെ ഇംപ്യൂരിറ്റിയുടെ വളർച്ചയുടെ പ്രഭാവം കാണുന്നത്.
ഏത് തലത്തിലെടുത്ത് നോക്കിയാലും, നമ്മുടെ ഫാമിലി ലെവലിലാവട്ടെ ഓഫീസ് ലെവലിലാവട്ടെ, പലപ്പോഴും പല ഓഫീസുകളും പലരും ഇത്തരത്തിൽ ഇമോഷണലി ചാർജ്ഡ് ആയിക്കൊണ്ട് തൻ്റെ ജോലി രാജിവെച്ച് പോകുന്ന ആൾക്കാരുണ്ട്. പല ആളുകളുടെയും പല ഡീലിങ്സും നഷ്ടമായി പോകുന്നു ഇമോഷണലി വീക്കായിട്ടെടുക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങൾ കൊണ്ട്. മാത്രമല്ല ഒരു മനസ്സ് വീണ്ടും വീണ്ടും ഇമോഷൻസിന് അടിമയാകുന്നുവെങ്കിൽ പ്രോപ്പറായിരിക്കുന്ന ഡിസിഷൻ എടുക്കാനുള്ളതായിരിക്കുന്ന ഇൻസൈറ്റ് അവരുടെ ക്ലോസ് ആയി പോകും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇമോഷൻസ് അഥവാ വികാരങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായിരിക്കുന്ന ഫാക്ടറാണ്. മുഖ്യമായിട്ട് ഇമോഷൻസിനെ കുറിച്ച് പറയുന്ന വാട്സൺ എന്നതായിരിക്കുന്ന ശാസ്ത്രജ്ഞൻ പറയുന്നു, അദ്ദേഹം പേര് കൊടുത്ത ഇമോഷൻസിന് ഫാൽ എന്നാണ്, FAL. F for fear, A for anger and L for love. ഒരു മനുഷ്യന് തൻ്റെ ക്രോധം നിയന്ത്രിക്കാൻ പറ്റാതായാലും തൻ്റെ ഭയത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് പല കുട്ടികളും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഫെയിലിയറായി പോകുന്നു. അവരുടെ പരീക്ഷാ ഹാളിൽ കയറി ചെല്ലുമ്പോൾ ഭയം കൊണ്ട് പഠിച്ചതൊക്കെ ഇങ്ങനെ ആവിയായി പോയി, ഞാൻ ആകെ പകച്ചുപോയി എന്ന് പറയുന്നു. നല്ലതായിട്ട് പ്രാക്ടീസ് കഴിഞ്ഞ ശേഷം ഒരു സ്റ്റേജിലേക്ക് ചെല്ലുന്നു, പെർഫോമൻസിൻ്റെ സമയമെത്തുമ്പോൾ അവരുള്ളിൽ കടന്നു വരുന്നതായിട്ടുള്ള ഭയം എന്തൊക്കെയോ എന്ന് വിചാരിക്കുന്നു, അവരുടെ എല്ലാ പെർഫോമൻസിൻ്റെ കപ്പാസിറ്റിയും നഷ്ടമായി പോകുന്നു. നന്നായി പാടാൻ കഴിയുന്ന കുട്ടിക്ക് പാടാൻ പറ്റാതായി പോകുന്നു, നന്നായി അഭിനയിക്കാൻ പറ്റുന്ന കുട്ടിക്ക് അഭിനയിക്കാൻ പറ്റാതായി പോകുന്നു, നന്നായി പഠിച്ച കുട്ടിക്ക് പരീക്ഷയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതായി പോകുന്നു, നന്നായി പ്രസൻറ്റേഷന് തയ്യാറായ ഒരാൾക്ക് തൻ്റെ പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റാതായി പോകുന്നു. നല്ല ഡീലിന് വേണ്ടി റെഡിയായി പോയിട്ട് നാവ് പിഴച്ചതിൻ്റെ പേരിൽ ഡീല് നഷ്ടപ്പെട്ട് ബിസിനസ് താഴേക്ക് പോയി പോകുന്നു. ഇനി എന്തെല്ലാം വേണം, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ഏതുകൊണ്ടാണ് നമ്മുടെ കുടുംബ കോടതികളുടെ എണ്ണം ഇന്ന് കേരളത്തിൽ ഇത്രയധികം വർദ്ധിച്ചുവെങ്കിൽ അതിൻ്റെയൊക്കെ വില്ലൻ മറ്റാരുമല്ല, നമ്മുടെ ഇമോഷൻസിൻ്റെ മേലെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റാത്തതിൻ്റെ അവസ്ഥ കൊണ്ടാണ്. അതുകൊണ്ട് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഭയത്തിനെ നിയന്ത്രിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. പക്ഷേ ഭയത്തിനെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ഏതൊരു ഫീലിങ്ങും ഇതിനെ ഒരിക്കലും അടിച്ചമർത്തി ഇല്ലാതാക്കാൻ പറ്റില്ല. അടിച്ചമർത്താൻ നോക്കിയാൽ ഭയാനകമായ രീതിയിൽ അത് പുറത്തേക്ക് വരികയും അത് നിങ്ങളെ തന്നെ വിഴുങ്ങിക്കളയുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം സാധിക്കുള്ളൂ, ഇമോഷൻസിനെ ഡയറക്റ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അത് കുത്തിച്ചാടി ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ പ്രവാഹം പോലെയാണ്. അണകെട്ടി അതിനെ പല വഴിക്ക് തിരിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വിളവെടുപ്പുണ്ടാക്കാം, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം, പലതും ഉണ്ടാക്കാം. അതുപോലെ ചാർജ്ഡ് ആയിരിക്കുന്ന സങ്കല്പധാരനെ പോസിറ്റിവിറ്റിയുടെ ബണ്ട് കെട്ടിക്കൊണ്ട്, പോസിറ്റിവിറ്റിയുടെ അണ കെട്ടിക്കൊണ്ട് അതിന് തരംതിരിച്ചു വിടാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ലൈഫിനെ ഒരു ഗാർഡനാക്കി മാറ്റാൻ, ലൈഫിന് വേണ്ട പ്രകാശവും ചൂടും കൊടുക്കാൻ വേണ്ട ഇലക്ട്രിസിറ്റി ആക്കാൻ എന്തിനും സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ഇമോഷൻസ്. പക്ഷേ അതിനെ എങ്ങനെയാണ് തിരിച്ചുവിടേണ്ടത്, എവിടേക്കാണ് തിരിച്ചുവിടേണ്ടത്, എന്താണ് നമ്മൾ അതിനെ അണക്കെട്ടാനുള്ളതായിരിക്കുന്ന വിദ്യ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ദിവസങ്ങളിലെ ട്രെയിനിങ്ങിൽ ഈ ഒരു കാര്യമാണ് മെയിനായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. ഒരു കാര്യം നിർബന്ധമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് ദേഷ്യത്തെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ശാന്തി വേണം, അറ്റാച്ച്മെൻറ്റ് ഇല്ലാതാക്കാൻ സ്നേഹം വേണം, ലോഭം ഇല്ലാണ്ടാക്കാൻ ആനന്ദം വേണം, അഹങ്കാരം ഇല്ലാതാക്കാൻ ജ്ഞാനം വേണം, കാമത്തിൻ്റെ അഥവാ നമ്മുടെ ദേഹബോധത്തിൻ്റെ അതിയായിരിക്കുന്നതായിരിക്കുന്ന മനുഷ്യന്മാരുടെ ദേഹത്തോടുള്ള ആകർഷണത്തെ ഇല്ലാതാക്കാൻ ഒറ്റ വഴിയുള്ളൂ, പ്യൂരിറ്റി അഥവാ പവിത്രത. അതുകൊണ്ട് ഈ ഗുണങ്ങൾ കൊണ്ട് നമ്മുടെ ഇമോഷണൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ ലൈഫിലുണ്ടാകുന്ന ഏതൊരു സിറ്റുവേഷനും പോസിറ്റീവ്ലി റിയാക്ഷൻ ആക്കാൻ നമുക്ക് സാധിക്കും. റിയാക്ഷനിലൂടെ നെഗറ്റീവ് സൈക്കിൾ കുരുങ്ങാതെ, സൈക്കിളിനുള്ളിൽ മനുഷ്യൻ കുരുങ്ങിപ്പോകാതെ, മറിച്ച് അതിന് നമുക്കുള്ളതായിരിക്കുന്ന ബ്ലെസ്സിങ്സിലേക്ക് മാറ്റാൻ നമുക്ക് പഠിക്കാം. അതുകൊണ്ട് ഒന്ന് നമുക്ക് ഫിയറിനെ കൺട്രോൾ ചെയ്യണം, മറ്റൊന്ന് A for anger. നിരന്തരമായിട്ടുള്ള യൂസിലൂടെ ആങ്കർ കൺട്രോളിംഗ് എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് പറ്റാത്തൊരു ഫാക്ടറായി തുടങ്ങി ഇന്നത്തെ ലോകത്ത്. അതുകൊണ്ട് ക്രോധത്തെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ്, ആങ്കർ മാനേജ്മെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ ലവ്. ഞാൻ ഓർത്തു പോവും, നമ്മുടെ കോഴിക്കോട് കേരളത്തിൽ തന്നെ ഒരച്ഛൻ മകളുടെ കല്യാണത്തിന് ആ അച്ഛൻ പാട്ടുപാടി ആ സദസ്സിൽ തന്നെ വീണ് മരിച്ചതായിരിക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞു. ആ ഒരു വീഡിയോ ഞാൻ കണ്ടു നോക്കുമ്പോൾ അച്ഛൻ പാടുന്ന പാട്ട് ഏതായിരുന്നു അറിയോ? സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം,
പൊതുവെ ആ പാട്ട് കേട്ട് കഴിയുമ്പോൾ മനസ്സിൽ അച്ഛനോടുണ്ടായിരിക്കുന്ന സ്നേഹം കൊണ്ട്, അഥവാ അച്ഛൻ്റെ മനസ്സ് മകനോടുള്ള സ്നേഹം കൊണ്ട് അങ്ങ് നിറഞ്ഞു തുളുമ്പുന്നൊരു പാട്ടാണ് അത്. മകളെ പിരിയുന്നൊരവസ്ഥയിൽ നോക്കിയപ്പോൾ ആ സ്നേഹത്തിൻ്റെ അതിപ്രവാഹം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഹാർട്ട് അറ്റാക്കായി അദ്ദേഹം ആ സ്ഥലത്ത് തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്നേഹം എന്ന പോസിറ്റീവായിരിക്കുന്ന ഫീലിങ്സ് പോലും അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ അതും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല നഷ്ടങ്ങളെയും വരുത്തി വയ്ക്കും. അതുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഓരോ വാല്യൂസിനെയും ഓരോ ഫീലിങ്സിനെയും, അത് സ്നേഹമാവട്ടെ, ശാന്തിയാവട്ടെ, ആനന്ദമാവട്ടെ, അനുഭൂതിയാവട്ടെ, അതിൻ്റെ ശക്തിയിലേക്ക് മാറ്റാൻ സ്നേഹം ശക്തിയായിട്ടും പ്രവർത്തിക്കാറുണ്ട് ഇല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരമ്മയുടെ അടുത്തേക്ക് ഒരു മകൻ എന്തു തന്നെ തെറ്റ് ചെയ്ത് കയറി വരുമ്പോഴും ആ അമ്മയ്ക്ക് മകനോടുള്ളൊരു ഫീലിംഗ്, എൻ്റെ കുട്ടിയാണ്, ഇവൻ എങ്ങനെയെങ്കിലും എനിക്ക് നന്നാക്കണം എന്നതായിരിക്കുന്ന അമ്മയുടെ വികാരം. ഒന്ന് ചിന്തിച്ചു നോക്കി, ആ സമയത്ത് അമ്മയുടെ മനസ്സിൽ നിന്ന് സ്നേഹമാണുള്ളത്. ആ അനുഭൂതിയിലുള്ള ശക്തിയാണ് മകന് പകർന്നു കൊടുക്കാൻ നോക്കുന്നത്. അല്ലാതെ ആ അമ്മ അഥവാ തളർന്ന് വീഴുകയാണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ അമ്മയ്ക്ക് ശക്തിയില്ല എന്ന് പറയും. ഒരമ്മയുടെ ശക്തി എപ്പോഴും എവിടെയാണ് കാണുക? മക്കളുടെ തെറ്റ് തിരുത്തുന്നതിലാണ്. അപ്പോൾ സ്നേഹം ശക്തിയായിട്ട് പ്രവർത്തിക്കാറുണ്ട്. അതുപോലെ തന്നെ അറിവ് ശക്തിയായിട്ട് പ്രവർത്തിക്കാറുണ്ട്. മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ആനന്ദം ഒരു ജീവിതത്തിൻ്റെ ഏത് രോഗത്തെപ്പോലും മാറ്റിമറിക്കുന്നതായിരിക്കുന്ന രോഗവിമോചക ശക്തിയായിട്ട് പോലും പ്രവർത്തിക്കാറുണ്ട്. എല്ലാത്തിൻ്റെയും ബേസ് എല്ലാത്തിനെയും ശക്തിയിലേക്ക് പരിവർത്തനപ്പെടുത്തണം. മീൻസ് കൺട്രോളിങ് നമുക്ക് ആവശ്യമാണ്. അതിന് ആദ്യം നമുക്ക് ആവശ്യം നമ്മുടെ റിയൽ ഐഡൻറ്റിറ്റിയിലേക്കുള്ള തിരിച്ചുള്ള യാത്രയാണ്. നമ്മളൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ ഈ കണ്ണുകൊണ്ട് കാണുന്ന, ചെവി കൊണ്ട് കേൾക്കുന്ന, മുഖം കൊണ്ട് സംസാരിക്കുന്ന ഈ ശരീരമെന്ന ഇൻസ്ട്രുമെൻറ്റിനെ പ്രവർത്തിപ്പിക്കുന്ന ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി അഥവാ ആത്മാവാണ് ഞാൻ. അപ്പം ഞാനെന്ന ആത്മ ഈ ദേഹത്തിലൂടെ പ്രവർത്തിക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ റിയൽ ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ കാണുന്നതായിരിക്കുന്ന രൂപത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം സെക്കൻഡറി ആവുന്നു. പ്രൈമറി എൻ്റെ വാല്യൂസിനായി മാറും, എൻ്റെതായിരിക്കുന്ന മൂല്യങ്ങളിലേക്ക് മാറും. മൂല്യങ്ങളുടെ രൂപത്തിൽ ഓരോ ഫീലിങ്സും വരുമ്പോൾ അത് ശക്തിയിലേക്ക് മാറും. അവിടെ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ അമ്മ എന്ന സ്നേഹത്തിനുപരി, എൻ്റെ കുഞ്ഞ് എന്ന ഫീലിങ്ങിനേക്കാൾ ഉപരി എൻ്റെ പുത്രനെ ശരിയായ വഴിയിലേക്ക് നയിക്കേണ്ടവൾ ഞാൻ എന്ന് ചിന്തിക്കാൻ ഒരു അമ്മയ്ക്ക് സാധിക്കുമ്പോഴാണ് നല്ല മക്കളെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. ഒരച്ഛന് ചിന്തിക്കുമ്പോഴാണ് നല്ല പുത്രനും പുത്രിക്കും സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ മൂല്യങ്ങളെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആക്കിയാൽ EQ ലെവൽ ഹൈ ആയി, മൂല്യങ്ങളെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആക്കിയാൽ തിരിച്ചു ആവാലോ, എൻ്റെ മോൻ ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞ് കരയുന്നൊരമ്മ IQ ഇമോഷൻസിൽ വീക്കാണ്. അവർക്കൊരു ഫാമിലിയെ സക്സസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് EQ-നേക്കാൾ കൂടുതൽ പവർഫുൾ, IQ-നേക്കാൾ കൂടുതൽ പവർഫുൾ EQ ആണ്. EQ-ൻ്റെ ബാലൻസിങ് വേണോ? തീർച്ചയായിട്ടും SQ അഥവാ സ്പിരിച്വൽ കോഷൻ അനിവാര്യമാണ്. സ്പിരിച്വൽ മീൻസ്, ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, മൂല്യങ്ങളെ തൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി. എപ്പോഴാണോ നമ്മുടെ ഒറിജിനൽ കോർ വാല്യൂസ്, ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, കരുണ, ആനന്ദം, ഈ കോർ വാല്യൂസ് അതിൻ്റെ പെർഫെക്റ്റ് ഫോമിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്, അവിടെയാണ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ഇൻ്റലിജൻസിനെ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നത്. ഇൻ്റലിജൻസിനെ ഇൻസൈറ്റായിട്ടും വിസ്ഡമായിട്ടും പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് കുറച്ച് സമയം നമ്മുടെ ഇമോഷൻസിനെ പവർഫുള്ളാക്കാനുള്ളതായിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് മറ്റൊരു വഴിയുമല്ല, അതിന് പോസിറ്റീവ് സ്റ്റഡി ആൻഡ് മെഡിറ്റേഷനാണ്. അതുകൊണ്ട് പോസിറ്റീവ് സ്റ്റഡി നിങ്ങൾക്ക് ഞാൻ പിന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് നമുക്ക് മെഡിറ്റേഷൻ്റെ ഒരു 15 മിനിറ്റ്സ് ഡീപ്പ് മെഡിറ്റേഷനിലൂടെ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ പവർഫുള്ളാക്കാൻ അഥവാ ചാർജ് റിസീവ് ചെയ്യാൻ. ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് നമ്മൾ നമ്മുടെ ഇമോഷൻസ് ഏതെല്ലാമാണെന്നും ഇമോഷൻസ് എങ്ങനെ നമ്മുടെ ഇൻ്റലിജൻസിനെ ബാധിക്കുന്നുവെന്നും അതിലെന്തെല്ലാം ഹോൾസ് ഡെവലപ്പ് ചെയ്യുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നു, എവിടെയൊക്കെ നമ്മൾ ബ്ലോക്ക് ആവുന്നു, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടത് നമ്മുടെ ഇൻ്റലിജൻസിനെ പവർഫുള്ളാക്കുകയാണെന്ന് മനസ്സിലായി നമുക്ക്. എന്നാൽ ഇന്ന് അതിനുള്ള മെഡിറ്റേഷൻ തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഒരുങ്ങുന്നത്. എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബുദ്ധി അഥവാ ഇൻ്റലിജൻസ് പവർഫുള്ളാക്കുന്നത് ബുദ്ധി യോഗത്തിലൂടെയാണ്. അഥവാ പവർ ഹൗസായി നമ്മുടെ വിഷ്വലൈസേഷൻ പവർ അഥവാ ഉൾക്കാഴ്ചയെ കണക്ട് ചെയ്യുന്ന സമയത്ത്
തീർച്ചയായിട്ടും നമ്മുടെ ഇൻ്റലിജൻസ് പവർഫുള്ളാവും, മനസ്സ് ശക്തിശാലിയാകും, ബുദ്ധി യോഗം ക്ലിയറാവും. അതുകൊണ്ട് ഇന്ന് നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. മറ്റെല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ച് ഇനി അതിലെന്തെല്ലാം ഹോൾസ് ഉണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം ബ്ലോക്കുകൾ ഡെവലപ്പായിട്ടുണ്ടോ, അതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും നമുക്കൊന്നിച്ച് യാത്ര ചെയ്യിക്കാം. ആ പരമമായിട്ടുള്ള ശക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് ശക്തി ആവാഹിക്കാം. ഒരു കാര്യം നമുക്കിന്ന് തീർച്ചയായും അറിയേണ്ടതുണ്ട്. നമ്മൾ ആ പരമമായ ശക്തിയുടെ സന്താനങ്ങളാണ്. ഈശ്വരൻ രചയിതാവും നമ്മുടെ രചനയുമാണെങ്കിൽ തീർച്ചയായും അച്ഛൻ്റെ എല്ലാ സമ്പത്തും മക്കൾക്കുള്ളതാണ്. അച്ഛൻ സർവശക്തിവാനാണ്, മക്കളായ നമ്മളെല്ലാം മാസ്റ്റർ സർവശക്തിവാന്മാരാണ്. എന്നാൽ ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ് എന്ന സങ്കല്പം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സർവശ്രേഷ്ഠമായതും സർവശക്തവുമായിരിക്കുന്ന ഒരു സങ്കല്പമാണ് ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. നിങ്ങളുടെ ഭയമില്ലാതാകും. നമ്മുടെ ഇമോഷൻസിൻ്റെ മേലെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശക്തിയുടെ ഉറവിടം തന്നെ ഉണർന്നു വരുന്ന രീതിയിലതായിരിക്കുന്ന ആ കറൻറ്റ് അത് തീർച്ചയായും ജാഗ്രതമാകും. അതിനെല്ലാം വേണ്ടി നമുക്കിന്ന് തയ്യാറെടുക്കാം. നമ്മുടെ മെഡിറ്റേഷൻ അവറാണ്. അതുകൊണ്ട് നിങ്ങളുടെ ധ്യാനമുറിയിൽ അഥവാ നിങ്ങളുടെ പഠനമുറിയിൽ പുറം ലോകത്തു നിന്നുള്ള ശബ്ദങ്ങളെല്ലാം കേൾക്കാത്ത ഏറ്റവും നല്ല സ്ഥാനത്ത് കഴിയുമെങ്കിൽ നിങ്ങൾ ഈ 21 ദിവസം ഒരൊറ്റ സ്ഥാനത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഈ അഭ്യാസം ചെയ്യാനായി ശ്രമിക്കണം. അത് നിങ്ങൾക്ക് ഒരുപാട് സഹായം തരുന്നതായിരിക്കും. അതുകൊണ്ട് ആ ഏറ്റവും നല്ല സ്ഥാനത്ത്, ആ പോസിറ്റീവ് എനർജി വൈബ്രേഷൻ നിറഞ്ഞു നിൽക്കുന്ന സ്ഥാനത്ത്, എന്നാൽ വായു സഞ്ചാരം ഈ സ്ഥാനത്തേക്ക് ഉണ്ടായിരിക്കണം എന്നത് വളരെ അത്യാവശ്യമാണ്. എല്ലാ മെഡിറ്റേഷന് മുന്നിൽ അവറുകളിലും വായു സഞ്ചാരമുള്ളതും ശാന്തമായതുമായിരിക്കുന്ന ഒരു സ്ഥാനമാണെങ്കിൽ അതിനോളം നമ്മളെ സഹായിക്കുന്ന മറ്റൊന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ റൂമിൽ, ധ്യാനമുറിയിൽ, കസേരയിൽ നട്ടെല്ല് നിവർന്ന് പൂർണ്ണ ശ്രദ്ധയോടുകൂടി കാലുകളെ തറയിലമർത്തിക്കൊണ്ട് അഥവാ ചമ്രം പടിഞ്ഞിരിക്കുന്നതായിരിക്കുന്ന അവസ്ഥയിൽ സുഖാസനത്തിൽ റിലാക്സ്ഡ് ആയിരുന്നാലും ശ്രദ്ധയെ പുറം ലോകത്ത് നിന്ന് നമ്മളിലേക്ക് തന്നെ കൊണ്ടുവന്നാലും കാലിൻ്റെ വിരലറ്റം മുതൽ പതുക്കെ പതുക്കെ ശ്രദ്ധയെ കൊണ്ടുവന്ന് തലയും മുഖത്തെ പേശികളും വരെ അയഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് ടോട്ടൽ റിലാക്സ്ഡ്. പതിയെ പതിയെ ശ്വാസഗതിയിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവന്നാലും ഇപ്പോൾ ഞാൻ എൻ്റെ ലോകത്ത് ഈ ശരീരത്തിന് അധികാരിയായി ആ സചേതനമായ ശക്തി ആജ്ഞാചക്രത്തിൽ പ്രകാശിക്കുന്നതായി അനുഭവം ചെയ്യുന്നു. അഥവാ പൊട്ടുതൊടുന്ന സ്ഥാനത്ത് ഒരു ചൈതന്യ നക്ഷത്രം പ്രകാശിക്കുന്നതായി കണ്ടാലും അതിൽ നിന്ന് പ്രകാശകിരണങ്ങൾ എൻ്റെ നാടി ഞരമ്പുകളിലൂടെ പ്രവഹിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. എൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഷയിലൂടെ സർവശക്തനായ ഭഗവാനെ, പരമപ്രകാശ സ്വരൂപത്തെ
എൻ്റെ സമീപത്തേക്ക് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. പരമജ്യോതി, പരംപിതാ പരമാത്മാ, സർവശക്തനായ ഭഗവാൻ എൻ്റെ തലയ്ക്ക് മുകളിൽ പ്രത്യക്ഷനായിരിക്കുന്നു. സർവശക്തനായ പ്രകാശസ്വരൂപമായ പരം ജ്യോതിയായ ഈശ്വരനിൽ നിന്നും പ്രകാശകിരണങ്ങളായി ഒരു വെള്ളി വെളിച്ചമായി സർവശക്തികളും ചൈതന്യ നക്ഷത്രമായ എന്നിൽ നിറയുകയാണ്. ഈ പ്രകാശധാര എൻ്റെ ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കുന്നു. ഭഗവാന്റെ പ്രകാശത്താൽ എൻ്റെ ഉള്ളിൽ ദിവ്യമായ എല്ലാ ഗുണങ്ങളും ശക്തികളും ജാഗൃതമാകുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തനായി മാറിയിരിക്കുന്നു. എൻ്റെ എല്ലാ ഇമോഷൻസിനെയും പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള ശക്തി എൻ്റെ ഉള്ളിൽ നിറയുന്നു. ശാന്തിയുടെ ശക്തി എൻ്റെ ഏറ്റവും വീക്ക് ഇമോഷനായ ക്രോധത്തെ ഇല്ലാതാക്കുന്നു. സചേതന ശക്തിയായ എൻ്റെ ആത്മീയ ശക്തി എന്നെ നിർഭയനാക്കുന്നു. സ്നേഹം മോഹത്തെ ജയിക്കുന്നു. ഞാൻ എൻ്റെ ഐഡന്റിറ്റി യഥാർത്ഥമായി തിരിച്ചറിയുകയാണ്. ഞാനെന്ന ഈഗോ ഈ പ്രകാശകിരണങ്ങളാൽ ഭസ്മമാകുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തനാണ്. ഞാൻ ജീവിതത്തെ യഥാർത്ഥ വഴിയിൽ നയിക്കാൻ കഴിവുള്ള ശക്തിശാലിയായ വിജയിയാണ്. ഞാൻ മാസ്റ്റർ സർവശക്തനാണ്. വിജയം എനിക്ക് ജന്മനാലുള്ള വരദാനമാണ്. ഞാൻ മാസ്റ്റർ സർവശക്തനാണ്. സർവശക്തനായ ഭഗവാന്റെ പ്രകാശവും ശക്തിയും എന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. യെസ്, I am the most powerful being
Yes, I am Master Almighty Authority. Yes, I am the master of my life. Yes, I am the happiest being in the world. I am so calm and cool. I have the power of silence. I am Master Almighty Authority. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു മണിക്കൂറിൽ ഏതെങ്കിലും ഒരു പവർഫുൾ സങ്കല്പം എടുത്തുകൊണ്ട് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഇന്നത്തെ ദിവസം മുഴുവൻ നടക്കുമ്പോൾ ആ ഒരു പരമമായ ചൈതന്യം തലയ്ക്ക് മേലെ പ്രകാശമായി നിൽക്കുന്നതായും ആ ശക്തി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞൊഴുകി നമ്മുടെ എല്ലാ ഇമോഷൻസും കൺട്രോൾഡ് ആയതായും ക്രോധം ശാന്തിക്ക് വഴിമാറി, മോഹം സ്നേഹത്തിനു വേണ്ടി വഴിമാറി, ലോഭം ആനന്ദത്തിലേക്ക് പരിവർത്തനപ്പെട്ടു, അഹങ്കാരം ജ്ഞാനത്തിലേക്ക് മാറി, എല്ലാ ഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞ സർവശക്തികളാൽ അനുഗ്രഹീതമായ മാസ്റ്റർ സർവശക്തിവാനാണ് ഞാൻ. ഐ ആം ദ മാസ്റ്റർ ഓൾമൈറ്റി അതോറിറ്റി. ഇങ്ങനെയുള്ളതായിരിക്കുന്ന തോട്ട്സ് ചുരുങ്ങിയത് 108 തവണയെങ്കിലും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഓരോ മണിക്കൂറിൽ എത്ര തവണ സാധിക്കുമോ അത്ര തവണ റിപ്പീറ്റ് ചെയ്യണം. ഇന്ന് നിങ്ങളുടെ മാജിക് ഡേ ആണ്. ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന, നമ്മുടെ ഇമോഷൻസ് എല്ലാം നമ്മുടെ കൺട്രോളിലാക്കുന്ന, നമ്മുടെ ഇൻ്റലിജൻസ് മോസ്റ്റ് പവർഫുള്ളായി വർക്ക് ചെയ്യുന്ന, ക്ലീൻ ആൻഡ് ക്ലിയർ ഇൻ്റലക്റ്റ് ആകാനുള്ളതായിരിക്കുന്ന ഡേ ആണ്. ഓൾ ദ ബെസ്റ്റ്. ഓം ശാന്തി.